السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقة جديدة في UGC NET العربية. UGC NET അറബിക്കിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 1 അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. ശുഅറാഉൽ മുഅല്ലഖാത്തിലെ മൂന്നാമത്തെ കവിയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുഹൈർ ബിൻ അബി സുൽമ. സഇംതു തകാലിഫൽ ഹയാതി വമൻ യഇശ് 80 ഹൗലൻ ലാ അബ ലക യസ്അമി വഅഅലാമു മാ ഫിൽ യൗമി വൽ അംസി ഖബ്ലഹു വലകിന്നനി അൻ ഇൽമി മാ ഫി ഗദിൻ അമി എന്ന സുന്ദരമായ കവിത ആലപിച്ചയാളാണ് സുഹൈർ ബിൻ അബി സുൽമ. സുഹൈർ ബിൻ അബി സുൽമയെക്കുറിച്ച് വിശദമായി പഠിക്കാം. അദ്ദേഹം 520 മുതൽ 609 വരെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമമാണ് സുഹൈർ ബിൻ അബി സുൽമ റബീഅത്ത് ബിൻ റബാഹ് അൽ മുസനി. അദ്ദേഹം 520 മുസൈനയിലാണ് ജനിച്ചത്, നജിദിനടുത്തുള്ള മുസൈനയിൽ. മുഅല്ലഖതുഹു അലൽ ബഹ്രി ത്വവീൽ അദദുൽ അബിയാത്ത് 59. അദ്ദേഹത്തിന്റെ മുഅല്ലഖ രചിച്ചിട്ടുള്ളത് ത്വവീൽ എന്ന ബഹറിലാണ്. 59ഓളം കവി ബൈത്തുകളാണ് അതിലടങ്ങിയിട്ടുള്ളത്. ലഹു വലദാൻ കഅബ് സ്വഹാബി അല്ലദീ നളമ ഖസീദത്തുൽ ബുർദ ബാനത് സുആദ്. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ആൺകുട്ടികളിൽ ഒരാൾ സ്വഹാബിയായ കഅബ് ബിൻ സുഹൈർ ആണ്. ബാനത് സുആദ് എന്ന് തുടങ്ങുന്ന ഖസീദത്തുൽ ബുർദ ആലപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കഅബ് ബിൻ സുഹൈർ. വ ബുജൈർ അല്ലദീ കാന മിൻ അവാഇലി മൻ ദഖലൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ആളുകളിൽപ്പെട്ടയാളായിരുന്നു ബുജൈർ എന്ന അദ്ദേഹത്തിന്റെ 2ാമത്തെ പുത്രൻ. കാന യുനദ്ദിമുൽ ഖസീദത ഫീ ഷഹ്രിൻ വയുഹദ്ദിബുഹാ ഫീ സന. അദ്ദേഹം ഒരു ഖസീദ രചിച്ചാൽ ഒരു വർഷത്തോളം എടുത്ത് അത് സംസ്കരിക്കുമായിരുന്നു. ഫഖസായിദുഹു തുസമ്മൽ ഹൗലിയാത്ത്. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ഖസീദകൾ ഹൗലിയാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഒരു മാസം കൊണ്ട് കവിത രചിച്ച് ഒരു വർഷം കൊണ്ട് അത് എഡിറ്റ് ചെയ്യുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബൂഹു റബീഅ വ ഉഖ്താഹു സുൽമ വൽ ഖൻസ വബ്നാഹു കുല്ലുഹും ശുഅറ. അദ്ദേഹത്തിന്റെ പിതാവ് റബീഅ, അദ്ദേഹത്തിന്റെ 2 സഹോദരിമാർ സുൽമ വൽ ഖൻസ, അതുപോലെ അദ്ദേഹത്തിന്റെ 2 മക്കൾ, ഇവരെല്ലാവരും കവികളായിരുന്നു. നളമ മുഅല്ലഖതഹു ലമ്മ ആലത് ഇലൈഹി ഹർബു ദാഹിസ് വൽ ഖബറ. ഹർബു ദാഹിസ് വൽ ഖബറന്റെ സമയത്താണ് അദ്ദേഹം തന്റെ മുഅല്ലഖ രചിക്കുന്നത്. ഖാല ഉമർ ബിൻ അൽ ഖത്താബ് അൻ സുഹൈർ. സുഹൈറിനെ കുറിച്ച് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന ലാ യംദഹു റജുല ഇല്ലാ ബിമാ ഹുവ ഫീഹ്. ഒരാളെയും വെറുതെ അദ്ദേഹം പുകഴ്ത്തുമായിരുന്നില്ല. കളവ് പറഞ്ഞൊരാളെയും പുകഴ്ത്തുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇത്തഫഖു അല അന്ന സുഹൈർ സാഹിബു അംദഹ് ബൈത്ത് വ അസ്ദഖ് ബൈത്ത് വ അബിയനി ബൈത്ത്. ഏറ്റവും അധികം പ്രശംസിക്കുന്ന ബൈത്തും ഏറ്റവും സത്യസന്ധമായ ബൈത്തും ഏറ്റവും വ്യക്തമായ ബൈത്തും സുഹൈറിന്റേതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജഅലഹു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അൽ ഖത്താബ് ഷായിറ ശുഅറ. ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഷായിറു ശുഅറ ആയി പ്രഖ്യാപിച്ചിരുന്നു. സഅല അൽ ഖലീഫ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ അൽ അഹ്നഫ ബിൻ ഖൈസ് അൻ അശ്അരി ശുഅറ ഫഖാല സുഹൈർ. ഖലീഫ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ അഹ്നഫ് ബിൻ ഖൈസിനോട് ചോദിക്കുന്നുണ്ട് അശ്അറു ശുഅറ ആരാണെന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞത് സുഹൈറിന്റെ പേരാണ്. തുഫിയ ഖുബൈല ബിഅസത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. ശുഅറാഉൽ മുഅല്ലഖാത്തിൽ അടുത്തതായി നമ്മൾ പറയുന്നത് ലബീദ് ബിൻ റബീഅ. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു വകുല്ലു ഇംരിഇൻ യൗമൻ സയഅലമു സഅയഹു ഇദാ കുശിഫത് ഇൻദൽ ഇലാഹിൽ മഹാസിലു എന്ന പ്രസിദ്ധമായ കവിതയുടെ രചയിതാവാണ് ലബീദ് ബിൻ റബീഅ. ലബീദ് ബിൻ റബീഅയെ കുറിച്ച് വിശദമായി പഠിക്കാം. അദ്ദേഹം 560 മുതൽ 661 വരെയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമമാണ് അബു അഖീൽ ലബീദ് ബിൻ റബീഅ ബിൻ മാലിക് അൽ ആമിരി മിൻ ഖബീലത്തി ഹവാസിൻ ഖൈസ്. ഹവാസിൻ ഖൈസ് ഗോത്രത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം. അദ്ദേഹം 560 ജനിക്കുന്നത്. 661 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് 100-ലധികം വയസ്സുണ്ടായിരുന്നു.
അദ്രക്കൽ ഇസ്ലാം വ തറക്കശ്യാർ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം കവിത ഉപേക്ഷിക്കുന്നുണ്ട്. വലം യഖുൽ ഫിൽ ഇസ്ലാമി ഇല്ലാ ശഅറൻ വാഹിദൻ, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു തവണ മാത്രമാണ് അദ്ദേഹം കവിത ആലപിക്കുന്നത്. ഖുതില വാലിദുഹു വഹുവ ത്വിഫ്ലുൻ, അദ്ദേഹം കുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ പിതാവ് വധിക്കപ്പെട്ടു. ഫനശഅ ഫി നഈമിൻ മഅ അമാമിഹി, അതിനുശേഷം തന്റെ പിതൃ സഹോദരന്മാരുടെ കൂടെ വളരെ സുഖലോലുപതയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇറുൻ കലിമത്തു ലബീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കവികളിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായ വാക്ക് പറഞ്ഞത് ലബീദ് ബിൻ റബിയയാണ്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വ കുല്ലു നഈമിൻ ലാ മഹാലത സായിലു, അല്ലാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്, എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുമെന്നത് നിസ്സംശയമാണ്. ഖാല ലഹു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ അബാ അഖീൽ അൻഷിദ്നി ഷൈഅൻ മിൻ ശഅരിക്, നിങ്ങളുടെ കവിതകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി പാടിത്തരാമോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, മാ കുൻതു ലി അഖൂല ശിഅറൻ ബഅദ അൻ അല്ലമനി അല്ലാഹുൽ ബഖറത വ ആല ഇംറാൻ, അല്ലാഹു എനിക്ക് ബഖറയും ആലു ഇംറാനും പഠിപ്പിച്ചതിന് ശേഷം ഞാൻ കവിത പാടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. മുഅല്ലഖതുഹു മീമിയത്തുൻ അലൽ ബഹ്റിൽ കാമിൽ, കാമിൽ എന്ന ബഹറിൽ മീമു കൊണ്ട് അവസാനിക്കുന്ന മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. 88ഓളം ബൈത്തുകളാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖയിലുള്ളത്. കാനത്ത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ തഹ്ഫളു അക്സറ മിൻ 1000 ബൈത്തിൻ മിൻ ശഅരി, അദ്ദേഹത്തിന്റെ കവിതകളിൽ നിന്ന് 1000-ലധികം ബൈത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹ മനപ്പാടമാക്കിയിരുന്നു. ഹുവ ശാഇറുൻ ബദവിയ്യുൻ യസിഫു ഫി ശഅരിഹിൽ ബദവിയ്യത അസ്സഹ്റാവിയ്യ, അദ്ദേഹം ഒരു ബദവി കവിയായിരുന്നു. തന്റെ കവിതകളിലുടനീളം ബദവിയ്യത്തിന് അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു. തൂഫിയ ബിൽ കൂഫ ഫി ആഖിർ ഖിലാഫത്തി മുആവിയ, മുആവിയയുടെ ഭരണകാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം കൂഫയിൽ വെച്ച് വഫാത്താകുന്നത്. മിൻ ഖൗലിഹി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അദ്ദേഹം പാടിയ കവിതകളിൽപ്പെട്ടതാണ് അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല, പരിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് എന്റെ ആയുസ് അവസാനിപ്പിക്കാത്ത അല്ലാഹുവിന് സർവസ്തുതിയും എന്നാണ് അതിന്റെ അർത്ഥം. ശുക്രൻ അല ദഅം, മഅ സലാമ.